ഈ മനുഷ്യൻ്റെ മനസ്സിനോളം ഇത്രയും സങ്കീർണമായ മറ്റൊന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇത് ഞാൻ പറയാനൊരു കാരണമുണ്ട്. ഒരു 2 വർഷം മുമ്പുണ്ടായ ഒരനുഭവം, അതാണ് എന്നെ ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് ആ കുട്ടി ആദ്യമായി കാണുന്നത്. ആ കുട്ടി ഇങ്ങനെ റോഡിലേക്ക് ഇങ്ങനെ അലറി വിളിച്ചുകൊണ്ട് എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുക. ഞാൻ അവിടെ കുറേ സമയം നിന്നു. ആ നിൽപ്പ് വെറുതെ ആയില്ല എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. അന്ന് അവിടെ കൂടിയ ചുറ്റുപാടുമുള്ള അയൽക്കാരിൽ നിന്നാണ് എനിക്ക് ആ കുട്ടിയുടെ ജീവിതകഥ അറിയാൻ കഴിഞ്ഞത്. അവിടെ നിന്നുമാണ് ഞാൻ അവളെക്കുറിച്ചും അവൾക്ക് എന്താ പറ്റിയത് എന്നറിയാനുള്ള എൻ്റെ അന്വേഷണം ആരംഭിച്ചത്. മകന്റെ കൊലപാതകത്തിൽ കുറ്റബോധം തോന്നുന്നുണ്ടെന്ന് കണ്ണൂരിലെ 1.5 വയസ്സുകാരന്റെ അമ്മ ശരണ്യ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. മലപ്പുറം തേഞ്ഞിപ്പാലം കൊഹിനൂരിൽ 3.5 മാസം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്തു ഞെരിച്ചു കൊന്ന് അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു. ആലപ്പുഴ പട്ടണക്കാട് 1.25 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചാണെന്ന് അമ്മ ആതിര. പോലീസും ആരോഗ്യവകുപ്പും കോടതികൾ പോലും സ്വാഭാവിക കൊലപാതകം ആയി കാണുന്ന ഈ കേസുകളുടെ മേൽ പുനർവിചിന്തനം അനിവാര്യമാകുന്ന തെളിവുകളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തുവിടുന്നത്. സൊസൈറ്റി ഈ ഒരു പ്രസവിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ആ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. അമ്മയ്ക്കും കുഞ്ഞിനും ഭർത്താവിനും കുടുംബത്തിലുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തരം മാനസിക രോഗമാണ് ഇത്. എൻ്റെ ബുദ്ധിമുട്ട് ഒരുപാട് കാര്യങ്ങളിലുണ്ട്. നോർമലായിട്ടുള്ള ഒരു കാര്യങ്ങളുമല്ല ചെയ്യുന്നത്, പറയുന്നത് അങ്ങനെയല്ല. കുഞ്ഞിനെ നോക്കത്തില്ല, സ്വന്തം കാര്യങ്ങൾ പോലും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ആയിരുന്നു. അത് വളരെ സാക്രിഫൈസ് ആയിട്ടുള്ളൊരു ടൈമായിരുന്നു അത്. ഇതൊരു വിഷാദ രോഗം തന്നെയാണ്. പക്ഷേ ഇത് പ്രസവവുമായി ഡെലിവറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. പ്രഗ്നൻസി സ്റ്റേജിൽ ഞാൻ പല ഗർഭിണികളോടും സംസാരിക്കുമ്പോൾ, നമ്മളൊരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് സംസാരിക്കുമ്പോൾ പോലും അവർ ധാരാളം സംശയങ്ങൾ, ധാരാളം ഉത്കണ്ഠ, ഭയം എല്ലാം നമ്മളോട് പറയാറുണ്ട്. അമ്മയ്ക്ക് കുഞ്ഞുമായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവില്ല. അതായത് കുഞ്ഞ് കരയുമ്പോൾ കുഞ്ഞിനെ എടുക്കാനോ അല്ലെങ്കിൽ കുഞ്ഞിനെ കാണുമ്പോഴുള്ളൊരു സന്തോഷം അല്ലെങ്കിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനുള്ള ഒരു തോന്നൽ, ഇതൊന്നും അമ്മമാർക്ക് കുഞ്ഞുങ്ങളോട് ഫീൽ ചെയ്യില്ല. ഒരു ഇമോഷണൽ ഡിസ്കണക്റ്റ് ഉണ്ടാവും. അപ്പം നമ്മളായിട്ട് ആരെങ്കിലും സജസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾക്കൊരു കൗൺസിലിംഗ് ആവശ്യമാണ്, നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളത് പോയി കാണാൻ തയ്യാറാവണം. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ആഗോള ജനസംഖ്യയിൽ 55 കോടിയിലധികം ആളുകൾ വിവിധ തരത്തിലുള്ള മാനസിക രോഗത്താൽ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഓരോ 40 സെക്കൻഡിലും ഒരാൾ വീതം ലോകത്ത് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇതിന് കാരണമാകുന്നത് വിവിധ തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ തന്നെയാണ്. ഇന്ത്യയിലെ തന്നെ ഇപ്പോഴത്തെ മെൻ്റൽ ഹെൽത്ത് സിനാരിയോ എന്തെന്നാൽ കൗമാരക്കാരിൽ മാത്രം 11% ആളുകൾ ആങ്സൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. ഇതിൽ തന്നെ സ്ത്രീകളെ ബാധിക്കുന്ന വളരെ ഗുരുതരമായ മാനസിക രോഗമാണ് പ്രസവാനന്തര വിഷാദം. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പഠനപ്രകാരം ആഗോളതലത്തിൽ 10 സ്ത്രീകളെയാണ് ഇത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിവർഷ കണക്കെടുത്താൽ 6 ലക്ഷത്തിൽ പരം സ്ത്രീകളെ. ഇവയിൽ പകുതിയോളം ആളുകൾ ഈ അവസ്ഥ തിരിച്ചറിയപ്പെടാതെ പോലും പോകുന്നുണ്ട്. എല്ലാ വർഷവും ഒക്ടോബർ 10 നമ്മൾ ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ പ്രാധാന്യവും അവബോധവും ജനങ്ങളിൽ എത്രത്തോളം എത്തുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോഴും നമുക്ക് ചുറ്റും നിലനിൽക്കുന്ന ഈ സോഷ്യൽ സ്റ്റിഗ്മ. പക്ഷികളെയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ജസ്റ്റ് മുട്ടയിട്ട് വിരിയുന്ന പക്ഷികളാണെങ്കിൽ പോലും ആണും പെണ്ണും പക്ഷികൾ ചേർന്ന് കൂടൊരുക്കുകയും ആ മുട്ട വിരിയുന്നത് വരെ
പെൺപക്ഷി മുട്ടയ്ക്കുള്ളിൽ അടയിരിക്കുകയും ആൺപക്ഷി ഭക്ഷണം കൊണ്ടുവരികയും വളരെ സന്തോഷമായ ഒരു അന്തരീക്ഷമാണ് കൊടുക്കുന്നത്, ആ മുട്ട വിരിയുന്നത് വരെ. പക്ഷെ നമ്മുടെ സ്ത്രീകൾക്ക് എത്ര പേർക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്? പ്രത്യേകിച്ച് ഒരുപാട് റോള് പെർഫോം ചെയ്യുന്ന സ്ത്രീകളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പ്രഗ്നൻസി സ്റ്റേജ് എന്ന് പറയുന്നത് അവർക്ക് വളരെയധികം ആകുലരാണ് അവർ. ഈ അവസ്ഥയിൽ അമ്മയ്ക്ക് കുഞ്ഞിനെ നോക്കാനോ കുഞ്ഞിനെ പരിചരിക്കാനോ ഒരു പക്ഷേ കുഞ്ഞിന് ഊട്ടാനോ ഒന്നും പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല. പിന്നെ 10 അച്ഛന്മാരെ നോക്കുകയാണെങ്കിൽ അതിലൊരച്ഛനും ചിലപ്പം ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ സിംറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ കുഞ്ഞിനെ രാത്രി മൊത്തം ഉറക്കം ഒഴിഞ്ഞിട്ടിരുന്ന് നോക്കുക, കുഞ്ഞിനെ പരിചരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പം ചില സമയം അവർക്കും ഒരു പുതിയ സാഹചര്യമാണ്, വീട്ടിലെ മൊത്തം സാഹചര്യം മാറുകയാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പം. ഒരു കുഞ്ഞിൻ്റെ വളർച്ചാഘട്ടത്തിൽ ഏറ്റവും പ്രധാന ഒരു കാലഘട്ടമാണ് നവജാത ശിശു എന്നുള്ളൊരവസ്ഥ. ഇതിൻ്റെ ഓരോ കുഞ്ഞിൻ്റെ ആരോഗ്യമായാലും അതിൻ്റെ മുലയൂട്ടലായാലും ഓരോ കാര്യത്തിലും ഏറ്റവും ശ്രദ്ധയോടുകൂടിയുള്ള പരിചരണവും കെയറും വേണ്ട ഒരു ഘട്ടമാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ ഏറ്റവും പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് ഈ പോസ്റ്റ്മോർട്ടം സിൻഡ്രോം. പോസ്റ്റ്മോർട്ടം സിൻഡ്രോം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ 2 രീതിയിലാണ് മെയിനായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ. ഒന്ന് നമുക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയാം, പിന്നെ ഉള്ളത് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയാം. കുറേ ഇതിൻ്റെ സിംറ്റംസൊക്കെ ചില കാര്യങ്ങളൊക്കെ ഓവർലാപ്പ് ചെയ്തിരിക്കുക. അതിൽ കോമൺ ആയിട്ടുള്ളൊരു സിംറ്റമാണ് അമ്മയ്ക്ക് കുഞ്ഞുമായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവില്ല. അതായത് കുഞ്ഞ് കരയുമ്പോൾ കുഞ്ഞിനെ എടുക്കാനോ അല്ലെങ്കിൽ കുഞ്ഞിനെ കാണുമ്പോഴുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനുള്ള ഒരു തോന്നൽ, ഇതൊന്നും അമ്മമാർക്ക് കുഞ്ഞുങ്ങളോട് ഫീൽ ചെയ്യില്ല. ഒരു ഇമോഷണൽ ഡിസ്കണക്റ്റ് ഉണ്ടാവും. ഇത് കൂടാതെ വേറെ പല സിംറ്റംസ് ഉണ്ടാവും. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടെന്നറിയാതെ അമ്മമാർക്കൊരു വിഷമം, എപ്പോഴും ഒരു വിഷമിച്ചിരിക്കുക. പോസ്റ്റ്മോർട്ടം സൈക്കോസിസിൽ ചിലപ്പോൾ അമ്മമാർ കുറച്ചും കൂടി അഗ്രസീവ് ആയിരിക്കും, കുറച്ചും കൂടി ഇറിറ്റബിൾ ആയിരിക്കും, എപ്പോഴും മൂഡ് സ്വിങ്സ് ആയിട്ട് വരും. അവരിൽ തന്നെ ഈ ഡിപ്രഷൻ്റെ സിംറ്റംസും ചിലപ്പോൾ കാണാം. ഈ ഒരു സ്ത്രീ പ്രസവിച്ച് ആദ്യത്തെ ഒരു 1.5 ആഴ്ച വരെ ചിലപ്പോൾ ഉൾവലിയുന്നൊരു സ്വഭാവം കാണും. ഒന്നിനോടും താല്പര്യമില്ലാതെ, ശരിക്കും കുഞ്ഞിനെ നോക്കാതെ, ഉറക്കക്കുറവ്, ഇങ്ങനെയൊക്കെ നമുക്ക് വരുമ്പോൾ അത് ബ്ലൂസാണ്. ആ ബ്ലൂസ് നമുക്ക് വേണമെങ്കിൽ കൗൺസിലിങ്ങിലൂടെ മാറ്റാൻ പറ്റും. പാർട്ട്ണർ സപ്പോർട്ടോടുകൂടി അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ടോടുകൂടി നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് പ്രധാനമായിട്ടും ഹോർമോൺ ചേഞ്ചാണ് പ്രധാനമായിട്ടും വരുന്നത്. അവിടെ നമുക്കൊരു ലവ് ഹോർമോൺ അല്ലെങ്കിൽ ട്രസ്റ്റ് ഹോർമോൺ, അമ്മയും കുഞ്ഞും തമ്മിലൊരു ബോണ്ടിങ്, ഓക്സിറ്റോസിൻ്റെ അളവ് കുറഞ്ഞാലും ഈ ഒരു ബോണ്ടിങ് ഇല്ലാതെ പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഉൾവലിയുന്ന ഒരു ലേഡിയെ നമ്മൾ കണ്ടാൽ നമ്മൾ ആദ്യം ഒരു സപ്പോർട്ട് കൊടുക്കണം. ഹസ്ബൻഡ് ആയാലും ആ പ്രസവത്തിന് പരീക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന സ്ത്രീകളായാലും ഒരു സപ്പോർട്ട് കൊടുക്കണം. അങ്ങനെ കൊടുക്കാതെ വരുമ്പോൾ ഇവർ ചിലപ്പോൾ അതിനെ വലുതായിട്ട് ശ്രദ്ധിക്കാതെ അത് ഡിപ്രഷനിലോട്ട് പോകും. ഡിപ്രഷനിലോട്ട് പോവുകയും പിന്നെ അതൊരു സൈക്കോസിസ് ആയിട്ട് മാറുകയും ചെയ്യും. അതൊരു മാനസിക രോഗമായിട്ട് അങ്ങ് മാറുകയാണ്. കാരണങ്ങളെന്ന് പറയുന്ന ഒന്ന് ഹോർമോണൽ ചേഞ്ച്, പ്രസവം സംബന്ധിച്ചുള്ള ഹോർമോണൽ ചേഞ്ചസ് വരുന്നത് ഒരു കാര്യം. പിന്നെ നേരത്തെ ഡിപ്രഷൻ്റെ ഹിസ്റ്ററി ഉള്ള ഒരു വ്യക്തിക്ക് ഡിപ്രഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ ആർക്കെങ്കിലും ഫാമിലി ഹിസ്റ്ററി ഡിപ്രഷൻ ഉണ്ടെങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ആൻസൈറ്റി ഡിസോർഡർ നേരത്തെ ഉള്ള ഒരു വ്യക്തിക്ക് ഡിപ്രഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെയാണ്. പിന്നെ സാഹചര്യങ്ങളിൽ പെട്ടെന്ന് വന്ന മാറ്റം, അവസ്ഥയിലുണ്ടാകുന്ന ചില ട്രോമ, ഒരു ഡെലിവറി തന്നെ ആകണം എന്നില്ല, ആ സമയത്ത് കടന്നു പോകുന്ന പല ടെസ്റ്റുകളും ഒക്കെ ചെയ്യുന്നതൊക്കെ ഒരു പക്ഷേ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ ആ സ്ത്രീയെ മാനസികമായിട്ട് ബാധിച്ചത്. പിന്നെ IVF അങ്ങനെയൊക്കെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചികിത്സകൾ, ഇതൊക്കെ എന്ന് വെച്ചാൽ വളരെയധികം
സമയമെടുത്തും ഹോസ്പിറ്റൽ വിസിറ്റ് അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് കാരണമായി തീരാം. ആദ്യത്തെ പ്രസവത്തിൽ ഉണ്ടായിരുന്ന ആളിന് വീണ്ടും അത് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അപൂർവം ചില സ്ത്രീകളിൽ, ഒരു 20 മുതൽ 30% സ്ത്രീകളിൽ ഇത് 1 വർഷത്തിന് ശേഷവും തുടർന്ന് നിൽക്കുന്നതായി കാണുന്നുണ്ട്. അങ്ങനെ 1 വർഷത്തിന് ശേഷം വീണ്ടും തുടർന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ അവരെ വീണ്ടും നമ്മൾ ശരിക്കും ആ മാനസിക അസ്വസ്ഥതയെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്ത് ഭേദമാക്കുക. അത് ഭേദമായി എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം വീണ്ടും ഒരു പ്രഗ്നൻസിക്ക് അവരോട് നിർദ്ദേശിക്കുക എന്നുള്ളതായിരിക്കും നല്ല നയം. ചില ഹോസ്പിറ്റലൊക്കെ, നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ഈ കുട്ടികൾ പ്രസവ റൂമിൽ കയറുമ്പം തന്നെ ചിലർ നല്ല ബിഹേവിയർ ആയിരിക്കും. ചിലർ പറയും, ഇത് ഞങ്ങളൊക്കെ ഇങ്ങനെ ആയിരുന്നു, നീ എന്തിനാ ഇത്ര കരയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സിങ് സമയത്ത് വളരെ ശാന്തമായിട്ട് വളരെ സ്നേഹത്തോടുകൂടി അവരോട് ബിഹേവ് ചെയ്ത് അവർക്ക് നല്ല ബ്രീത്തിങ് എക്സസൈസ് കൊടുത്ത് ജെന്യുവിനായിട്ട് തന്നെ അവർ ആ ഒരു പ്രോസസ്സ് ചെയ്യാനുള്ള മുന്നൊരുക്കം അവിടെ നിൽക്കുന്ന ഹോസ്പിറ്റൽ അതോറിറ്റീസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ജനിക്കുന്ന കുട്ടിയുടെ ബൗദ്ധികമായ ലെവലൊക്കെ വളരെ ഉയർന്നിരിക്കും. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സിംറ്റം ഒക്കെ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അമ്മ ആ ഒരു ലേബർ റൂമിലൊക്കെ പോകുമ്പോൾ ആകെ അവർ ഭയന്നാണ് പോകുന്നത്. പക്ഷെ നമ്മൾ മാക്സിമം സപ്പോർട്ട് അവിടെ കൊടുക്കുക. ചിലരൊക്കെ വഴക്ക് പറയുന്നുണ്ട്, ചിലരെയൊക്കെ അബ്യൂസ് ആയിട്ടുള്ള പദങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടൊക്കെ ഈ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾ പറയാറുണ്ട്. ഇത് വളരെ വിരളം എന്ന് തന്നെ പറയാം. കാരണം നമ്മളിപ്പോൾ ഒരു ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എല്ലാവരും തന്നെ ഒരു പ്രസവിക്കാൻ കിടക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ ഒരു ഗർഭിണിയോട് അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു സമീപനത്തോടു കൂടിയാണ് പെരുമാറുന്നത്. യൂഷ്വലി ആശുപത്രികളിലെല്ലാം തന്നെ സ്ത്രീകളെ സപ്പോർട്ടീവായിട്ടാണ് എല്ലാ സ്റ്റാഫും തന്നെ പെരുമാറുന്നത്. പിന്നെ വളരെ വിരളമായിട്ടായിരിക്കും ഒരു പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ദുരനുഭവം പേഷ്യൻറ്റിന് പക്ഷെ അത്തരം ദുരനുഭവങ്ങൾ അവരെ വല്ലാതെ ഭയത്തിലേക്ക് കൊണ്ടെത്തുകയും ആശുപത്രി എന്നതും പ്രസവം എന്നതും എന്ന ഒരു വളരെ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് പലരും വീണ്ടും ഓർത്തെടുക്കുന്നതും കണ്ടിട്ടുണ്ട്. അത്തരം അനുഭവങ്ങൾ വളരെ മോശമായ അനുഭവമാണെങ്കിൽ ആ ഭയം അവരെ വളരെ കാലം പിന്തുടരുന്നതായി തോന്നിയിട്ടുണ്ട്. ഈ അമ്മ കുഞ്ഞിനെ 2 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഈ മാനസിക പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കുഞ്ഞ് ജനിച്ച് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴാണ് വീട്ടുകാരിത് സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അപ്പോഴേക്കും ഇത് മൂർധന്യാവസ്ഥയിലോട്ട് എത്തിക്കഴിഞ്ഞു. ഈ കുഞ്ഞായിരുന്ന സമയത്ത് കുഞ്ഞിനെ നിരവധി തവണ ഈ അമ്മ അപായപ്പെടുത്താൻ ശ്രമിച്ചു. അത് കഴിഞ്ഞൊരു 1 വർഷത്തോളം കഴിയുമ്പോഴാണ് ഈ അമ്മ ആത്മഹത്യ ചെയ്യുന്നത്. നമുക്ക് ചുറ്റും ഇത്തരം നിരവധി സംഭവങ്ങൾ നമ്മളിപ്പോൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാവാം ഇപ്പോൾ ഇത്തരത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി പഠനങ്ങളും തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഒരു റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈവൻ കേരളത്തിലെ തന്നെ കണക്കനുസരിച്ച് 2023 100 അമ്മമാരിൽ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ടുള്ള ഡെലിവറി കഴിഞ്ഞിട്ടുള്ള 100 അമ്മമാരിൽ ഓൾമോസ്റ്റ് 77 അമ്മമാർക്കും പോസ്റ്റ്മോർട്ടം സിൻഡ്രോമിൻ്റെ സിംറ്റംസ് കാണിച്ചിരുന്നു എന്നാണ് ആ കണക്ക് കാണിക്കുന്നത്. 77% എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു നമ്പറാണ്. ഈ 77% അമ്മമാരിൽ 28% അമ്മമാർക്കും ഓൾമോസ്റ്റ് 6-ാം മാസം വരെയും ഈ സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കണക്ക് കാണിക്കുന്നത് പോസ്റ്റ്മോർട്ടം സിൻഡ്രോം എന്നുള്ളതിൻ്റെ ഒരു ഡെപ്ത് വളരെ കൂടുതലാണ്. ഒരു 2019-22 കാലഘട്ടത്തിലാണ് എൻ്റെ PG പഠനം ഞാൻ ഗവൺമെൻറ് ആയുർവേദ കോളേജ് തിരുവനന്തപുരത്ത് നിന്നും പൂർത്തിയാക്കിയിട്ടുള്ളത്. അതിൽ 2019 നമ്മൾ ജോയിൻ ചെയ്ത സമയത്ത് നമ്മൾ സെലക്ട് ചെയ്തൊരു ടോപ്പിക്കായിരുന്നു ഇത്. അപ്പോൾ അന്നത്തെ കാലത്ത് കുറച്ച് റെലവൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു ഇത്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ നമ്മൾ ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. എഡിൻബർഗ് പോസ്റ്റ്നാറ്റൽ ഡിപ്രഷൻ സ്കെയിൽ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഞാൻ ഡയഗ്നോസ് ചെയ്തുകൊണ്ടിരുന്നത്. 10 ക്വസ്റ്റ്യൻസും അതിന് ഓരോന്നിനും 4 ഓപ്ഷൻസ് വെച്ചിട്ട് ഫിക്സ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രൈറ്റീരിയയാണ്. ഇപ്പം നമ്മളിപ്പം ഡയബറ്റീസ് ആണെങ്കിൽ നമ്മൾ ബ്ലഡ് നോക്കിയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നില്ലേ, അതുപോലെ ഈ ഒരു കേസ് ഇപ്പം നമുക്ക് ഈ മെൻ്റൽ കണ്ടീഷൻസ് എല്ലാം നമ്മൾ ഇതുപോലെ ക്വസ്റ്റ്നെയറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും ഡയഗ്നോസ് ചെയ്യുക. അങ്ങനെ ആ രീതിയിൽ 30ഓളം പേഷ്യൻസിനെ ഞാൻ ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിച്ചിരുന്നു. അവരിലാണ് ഞാൻ എൻ്റെ സ്റ്റഡി നടത്തിയിട്ടുള്ളത്. പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചില ആളുകൾക്കാണെങ്കിൽ ഫാമിലിയിൽ നിന്ന് വരുന്ന ഇഷ്യൂസ് ഉണ്ടായിരുന്നു.
അതായത് ഹസ്ബൻഡുമായിട്ട് അത്ര ഹാപ്പി ആയിട്ടായിരിക്കില്ല. ഇനി ഹസ്ബൻഡ് ഓക്കെ ആയിരുന്നെങ്കിൽ ഇൻലോസുമായിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവരുണ്ടായിരുന്നു. പല രീതിയിലായിരുന്നു പല ആളുകളുടെയും പ്രസൻറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ ആളുകളിൽ കുറച്ചുകൂടി ഇതിലൊക്കെ അവെയറാണ്. അപ്പോൾ പാർട്ട്നേഴ്സ് ആണെങ്കിലും അവരിതിനെക്കുറിച്ച് അവെയറാണ്. അപ്പം വൈഫിൽ ഇങ്ങനത്തെ ചേഞ്ചസ് കാണുമ്പം ചില പാർട്ട്നേഴ്സ് ആദ്യം വന്ന് ഡോക്ടർ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, വൈഫിനെ കൊണ്ടുവരട്ടെ ഒന്ന് കൺസൾട്ട് ചെയ്യുമെന്ന് ചോദിച്ച് വന്നിട്ടുള്ള പാർട്ട്നേഴ്സ് ഉണ്ട്. അതായത് ഒരു പകുതിയോളം ആളുകൾ അവർ ഓൾറെഡി അവെയർഡ് ആയിരുന്നു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അങ്ങനെ സ്റ്റഡിയിലോട്ടേക്ക് വന്നവരുണ്ടായിരുന്നു. തിരിച്ചറിയാൻ പറ്റേണ്ടത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിനാണ്. പ്രസവത്തിന് മുമ്പ് നല്ലോണം സംസാരിച്ച് സന്തോഷമായിട്ടൊക്കെ ഇരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, സ്വന്തമായിട്ടുള്ള പേഴ്സണൽ ഹൈജീൻ പേഴ്സണൽ കെയർ അതൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പം പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത് വീട്ടുകാരാണ്. അമ്മയോ കെയർ ടേക്കേഴ്സോ ഹസ്ബൻഡോ ഫാമിലി മെമ്പേഴ്സ്, ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിനാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഈ അവസ്ഥ അഭിമുഖീകരിച്ച നിരവധി ആളുകളെ ഞാൻ നേരിൽ കണ്ടു. പലരും തിരിച്ചു വരാൻ പറ്റാതെ ഇപ്പോഴും ആ ട്രോമയിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ യാദൃച്ഛികമായാണ് ഈ അവസ്ഥ ഫൈറ്റ് ചെയ്ത് തിരിച്ചു വന്ന ദമ്പതികളെ ഞാൻ കാണുന്നത്. തുടക്കം എന്ന് പറയുമ്പോൾ 2017 ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ സമയത്തായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് ഒരു 45 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഫസ്റ്റിൽ ഈ ഒരു അസുഖത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വന്നത്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഒരു മോളുടെ നൂലുകെട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളൊരു നോർമലി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് അബ്നോർമലായിട്ട് സംസാരിക്കുകയും ഒരു കുട്ടി ഇപ്പോൾ പെട്ടെന്ന് സ്കൂളിലെ കാര്യങ്ങളും കോളേജിലെ കാര്യങ്ങളും ഒരു ബന്ധമില്ലാത്ത നമ്മൾ അതുവരെ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര വിഷമവും കരച്ചിലൊക്കെ ആയിരുന്നു. എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല കുഴപ്പമില്ല ചേട്ടാ, അത് വല്ലാത്ത എനിക്ക് ഒരുമാതിരി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് തീർന്നു. പക്ഷേ എക്സ്ട്രീം ഉറങ്ങി രാവിലെ എണീറ്റപ്പം ആൾ എൻ്റയർലി ചേഞ്ച് ആയിരുന്നു. മൊത്തത്തിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെയായിരുന്നു ആദ്യമൊക്കെ പെരുമാറിയിരുന്നത്. സ്കൂളിലെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞിനെ നോക്കുക എന്നുള്ളതല്ലാതെ അവളൊരു കൊച്ചുകുട്ടിയെ പോലെ തന്നെ പെരുമാറി. വീട്ടിലെ കാര്യങ്ങളായിരുന്നാലും യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള മൊത്തത്തിലുള്ള ഒരു ചേഞ്ചാണ് ആദ്യം ഫീൽ ചെയ്തത്. അപ്പോൾ മൊത്തം ഞാൻ പാനിക്കായി, എന്താണ് ഏതാണെന്ന് അറിയില്ല. ഇത്രയും നാൾ നോർമലായിട്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് ഭയങ്കര, അത് പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അറിയാമെന്നുള്ള 1-2 പേരെ വിളിച്ച് ചോദിച്ചപ്പം അവരാണ് ഇങ്ങനെ പറഞ്ഞത്, ഇടാ അത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഡോക്ടേഴ്സായിട്ടൊന്ന് സംസാരിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് ഡോക്ടറെ വിളിക്കുകയും ഡോക്ടർ ഒരു സജഷൻസ് ഇങ്ങനെ പറഞ്ഞു. അത് വേറൊന്നും അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് വന്നതാണ്, 2-3 ദിവസം ഒന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് ശരിയായിക്കോളൂ, നിങ്ങൾ അടുത്ത ഏതെങ്കിലും ഹോസ്പിറ്റലൊന്ന് കാണിച്ചിട്ട്. അപ്പോൾ ഞങ്ങളന്ന് പെട്ടെന്ന് വർക്കലയിലായിരുന്നു. അതിനടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ കണ്ട് ഉറങ്ങാനായിട്ട് എന്തോ ഒരു എനിക്ക് തോന്നുന്നു ഇഞ്ചക്ഷൻ എന്തോ എടുത്തെന്ന് തോന്നുന്നു. പക്ഷേ പുള്ളിക്കാരി അങ്ങനെ ഉറക്കമൊന്നും ശരിയായില്ല, ഉറങ്ങിയില്ല. പിന്നെ ഡോസ് കൂടുതലെടുത്തിട്ടും ശരിയാവാതെ വന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു വേണ്ട നാളെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞ് അവിടെ നിന്നാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് ഇത് റിയലൈസ് ചെയ്യുന്നത് ഇങ്ങനൊരു അസുഖം ഉള്ളതായിട്ടും ഇങ്ങനൊരു അസുഖം ഡെലിവറി റിലേറ്റഡ് ആയിട്ട് വന്നതായിട്ടും എല്ലാം അറിയുന്നത് ആദ്യമായിട്ട് അപ്പോഴാണ്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഒരു വിഷമം പോലെയായിരുന്നു. പെട്ടെന്ന് സിസേറിയൻ എന്നുള്ളത് വന്നപ്പോഴത്തേക്കും അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. അതായിരുന്നു ആദ്യത്തെ എൻ്റെ ഒരു കൺസേൺ. പിന്നെ ഓരോ കാര്യമായാലും എനിക്ക് 2 വീട്ടുകാരെ ഒരുപോലെ കൊണ്ടുപോകണമെന്നുള്ളതുകൊണ്ട് എൻ്റെ മൈൻഡ് സ്ട്രെസ് ആവാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ വീട്ടുകാരും വേണം, ചേട്ടൻ്റെ വീട്ടുകാരും വേണം എന്നുള്ള കാര്യം വരുമ്പോഴത്തേക്കും ഞാൻ ഈ 2ൻ്റെ ഇടയിൽ കിടന്ന് ഇങ്ങനെ കൺജസ്റ്റഡ് ആവുമായിരുന്നു. അപ്പോൾ അത് വന്നപ്പോൾ എനിക്കൊരു സ്ട്രെസ്സും ഉണ്ടായിരുന്നു, പിന്നെ ഈ സിസേറിയൻ എന്നുള്ള ഒരു സംഭവത്തിനെ പറ്റിയുള്ള ഒരു പേടിയും ഉണ്ടായിരുന്നു. ഈ 2 കാര്യമാണ് എനിക്ക് എൻ്റെ മൈൻഡ് മൊത്തത്തിൽ ട്രിഗർ ആവാൻ കാരണമെന്നാണ് എനിക്ക് തോന്നിയത്. ഇവർ പ്രഗ്നൻ്റായി 2 മാസത്തോളം ആയിരുന്ന സമയത്താണ് ഇവരുടെ ഭർത്താവിൻ്റെ അപകടം നടന്ന സമയം. ഇത് ഉറപ്പായിട്ട് അവർക്ക് ഷോക്കായി. എന്നാൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊരു റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല എന്നാണ് ആ വീട്ടുകാർ പറയുന്നത്. ഏകദേശം ഒരു 2 ആഴ്ചയോളം ഇവർ ആരോടും ഒന്നും പറഞ്ഞിരുന്നില്ല, ഒന്ന് കരഞ്ഞത് പോലുമില്ല. എന്നാൽ 2-3 ആഴ്ചയോളം കഴിഞ്ഞ് ഒരു ദിവസം ഇവരാരോടും മിണ്ടാതെ വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടി ഈ റോഡിൽ നിന്നിങ്ങനെ അലറി വിളിച്ച് പൊട്ടിക്കരയുകയായിരുന്നു. സംഭവത്തിൻ്റെയൊക്കെ തുടക്കം അവിടെ നിന്നാണെന്നാണ് ഈ വീട്ടുകാർ പറയുന്നത്. ഇങ്ങനെ വരുന്ന ഈ സിംറ്റത്തിനെ അന്ധവിശ്വാസമായിട്ടും ആൾക്കാർ കാണാറുണ്ട്. കാരണം
ഇപ്പോൾ സന്ധ്യാസമയത്ത് പുറത്തിറങ്ങരുത് നമ്മൾ ഗർഭിണികളോട് എപ്പോഴും പറയാറുണ്ട്, പ്രഗ്നൻറ്റ് ലേഡീസിനോട്. അതിന് കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ സന്ധ്യാസമയത്ത് പുറത്തിറങ്ങി എന്തെങ്കിലും കണ്ടൊന്ന് പേടിക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ ബാധിക്കും എന്നതുകൊണ്ടാണ്. അതൊരു വിശ്വാസം, നല്ല വിശ്വാസമാണ്. പക്ഷെ അത് അങ്ങനെ നമ്മളിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ പുറത്തിറങ്ങിപ്പോയാൽ നമുക്കങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞ് അതുകൊണ്ട് അതിനൊരു അന്ധവിശ്വാസമാക്കി മാറ്റി. ഇപ്പോഴത്തെ സ്ത്രീകൾ പിന്നെ വർക്ക് ചെയ്യുന്നവരാണ്, അവർ ഈ പുറത്ത് ഈ അന്ധവിശ്വാസം വെച്ച് അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അവരെല്ലാ സമയത്തും യാത്ര ചെയ്യുന്നവരാണ്, പകലും രാത്രിയില്ലാതെ. അപ്പം നമുക്ക് ഇവിടെയൊക്കെ നമ്മൾ സ്ത്രീയെ സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് ഈ നമ്മൾ സന്ധ്യാസമയത്ത് പുറത്തിറങ്ങരുതെന്നും എന്തെങ്കിലും കണ്ടാൽ പേടിക്കരുതെന്നും എന്നൊക്കെ പറയാനുള്ള കാരണം. ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ തന്നെ ഞാൻ പറയാം. ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് എനിക്ക് പല്ലിയെ ഭയങ്കര ഭയമായിരുന്നു. പല്ലി ഭയക്കാൻ കാരണം ഞാൻ സ്കൂളിങ്ങിൽ പല്ലി എൻ്റെ കൂടെയുള്ള ഒരു കുട്ടിയുടെ ദേഹത്ത് കയറി ഞാൻ കണ്ടു. അതിനുശേഷം എനിക്ക് പല്ലിയെ ഭയങ്കര പേടിയാണ്. പ്രസവിച്ച് എൻ്റെ മകൻ ഇപ്പോഴും ഉണ്ട് ആ പല്ലിയുടെ ഭയം. ഇപ്പോഴും അവൻ സീലിങ്ങിലൂടെ പല്ലി ഓടുമ്പോൾ അവൻ ഉറങ്ങത്തില്ല. ഞാനത് ഇപ്പോഴാണ് കണക്ട് ചിന്തിക്കുന്നത്. എനിക്ക് പ്രഗ്നൻസി പീരീഡിൽ ആ പല്ലിയുടെ ഭയം ഉണ്ടായിരുന്നു. വേറെ ഒരു ജീവിയും അവന് ഭയമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മുടെ കുഞ്ഞിലേക്ക് കോപ്പി ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. ഈ ഡോക്ടറിൻ്റെ ജീവിതാനുഭവം കേട്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ കുഞ്ഞിനും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഈ അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അമ്മയ്ക്കേറ്റ ഈ ഷോക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ മറ്റ് മാനസിക പ്രശ്നങ്ങൾ അത് ഈ കുഞ്ഞിലേക്കും തുടരുകയായിരുന്നു. ഈ അമ്മ കാണിച്ച മാനസിക വിഭ്രാന്തികൾ അതുപോലെ തന്നെയാണ് ഈ കുഞ്ഞും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദൈവികപരമായിട്ടുള്ള കാര്യമെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും ആദ്യമേ ഇപ്പം പുള്ളിക്കാരുടെ വീട്ടുകാർക്കായിരുന്നാലും ഇപ്പം അച്ഛൻ, അമ്മ, വലിയച്ഛൻ അവരൊക്കെ ഈ പറഞ്ഞ പോലെ ഇവൾക്ക് അസുഖമാണ്, ഇങ്ങനൊരു അസുഖം വന്നിട്ടുണ്ട്, അതിനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിനുപരി അമ്പലത്തിൽ കൊണ്ടുപോകണം, ബാധ ഒഴിപ്പിക്കണം എന്നുള്ള പരിപാടിയാണ് ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്, എൻ്റെ ഡോക്ടർ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള. അപ്പോൾ അവർക്ക് മെഡിസിൻ കഴിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഒരു പരിധിവരെ ഞാൻ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു സിറ്റുവേഷനിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ശരി, എന്നാൽ അവർ പറയുന്ന രീതിയിൽ ഞാനൊന്ന് ഇതായി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ശരി പോയി ഈ ജോത്സ്യൻ എന്ന് പറയുന്ന ഒരാൾ, അത് ഈ തിരുവനന്തപുരത്തുള്ള അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരാളെയാണ് പോയി കണ്ടത്. അപ്പോൾ അയാൾ പറഞ്ഞ കാര്യം കേട്ട് കഴിഞ്ഞാൽ ഈ ഒട്ടും നമുക്ക് റിയലിസ്റ്റിക് അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ പറഞ്ഞതും. കൂടോത്രം ചെയ്തിട്ടുണ്ടെന്നും നിങ്ങളുടെ കുടുംബത്തിന് ശാപമുണ്ടെന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ദൈവത്തിന് എന്തോ ഒരു നേർച്ച കൊടുക്കാനുണ്ടായിരുന്നു, അത് നിങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്, ആ നേർച്ച ഉടനെ ചെയ്യുക. കാരണം ഇവൾക്ക് ജോലി കിട്ടിയ സമയത്ത് ഒരു നേർച്ച എന്തോ ഉണ്ടായിരുന്നു, ഒരു നേർച്ച ഉണ്ടായിരുന്നു, അത് ചെയ്തില്ല. അപ്പോൾ നേർച്ചയൊക്കെ ചെയ്യട്ടെ, അത് ദൈവത്തിന് കുഴപ്പമില്ല, എനിക്ക് പ്രത്യേകിച്ച് എതിരഭിപ്രായമൊന്നുമില്ല. അതൊക്കെ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് പക്ഷേ ആക്ച്വലി ഒരു മാസം കഴിയുമ്പോൾ തന്നെ പുള്ളിക്കാരുടെ അസുഖമൊക്കെ നോർമലായി. ഈ ഡ്രാസ്റ്റിക് സിറ്റുവേഷനിൽ നിന്നൊക്കെ റിക്കവറായി, ഒരുപാട് നോർമൽ ലൈഫിലോട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും അതൊരു വിശ്വസിക്കാനുള്ളൊരു സാഹചര്യം കൂടെ കണ്ട. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞതല്ലേ ആദ്യമേ, ഇതൊക്കെയാണ് പ്രശ്നം, അല്ലാതെ മെഡിസിൻ അല്ല. അപ്പോഴൊക്കെ ഇവരുടെ വീട്ടിൽ നിന്നൊരു മെഡിസിൻ കഴിക്കുന്നതിനൊരു പ്രഷറുണ്ട്, നീ പെട്ടെന്ന് നിർത്തണം. ഓരോ പ്രാവശ്യം ഡോക്ടറിനെ കാണാൻ പോകുന്നെന്ന് പറയുമ്പോഴും മെഡിസിൻ കുറച്ചോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അതിപ്പോഴും ഇത്രയും വർഷമായിട്ട് അവർക്ക് മെഡിസിൻ തീർന്നോ? മെഡിസിൻ കൊണ്ടാണ് ശ്രീലക്ഷ്മി ഇത്രയും റിക്കവറായി. പിന്നെ നമ്മുടെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമൊന്നും അവർക്ക് പ്രശ്നമേ അല്ല. മെഡിസിൻ മാത്രമല്ല, ഞാൻ പറയുന്നത് സപ്പോർട്ടും കൂടെ വേണം. ഈ രണ്ട് കേസിലാണെങ്കിലും നമുക്ക് മെയിനായിട്ട് ഫസ്റ്റ് വേണ്ട കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്, എല്ലാ ബുക്സിൽ നോക്കിയാലും എല്ലാ സ്റ്റഡീസിൽ നോക്കിയാലും ഫസ്റ്റ് എന്ന് പറയുന്നത് സപ്പോർട്ടാണ്. സപ്പോർട്ട് ഫ്രം പാർട്ട്ണർ ആൻഡ് സപ്പോർട്ട് ഫ്രം ഫാമിലി. അത് രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. എന്നിട്ടേ ഡ്രഗ്സിനെ കുറിച്ച് അല്ലെങ്കിൽ കൗൺസിലിംഗ് സെഷൻസ് അങ്ങനത്തെ കാര്യങ്ങളിലോട്ടേക്കൊക്കെ പോകുന്നുള്ളൂ. കാരണം ഇപ്പം ഒരു കുഞ്ഞ് രാത്രി തീരെ ഉറങ്ങുന്നില്ല. അപ്പോൾ ഈ അമ്മയ്ക്ക് മാത്രം ആ കുഞ്ഞിനെ നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി വരുവാണ്. അപ്പോൾ കണ്ടിന്യൂസ് എത്ര ദിവസം അമ്മ ഇങ്ങനെ ഉറങ്ങാതെ കുഞ്ഞിനെ നോക്കും? അപ്പോൾ കണ്ടിന്യൂസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം അമ്മയ്ക്ക് എന്താ പറയുക, സ്വാഭാവികമായിട്ട് അമ്മ നോർമലിൽ നിന്ന് ഒരു അബ്നോർമാലിറ്റിയിലേക്ക് പോകാം. അത് അവിടെ ആദ്യമേ അപ്പം ഫസ്റ്റ് 3 months നമ്മൾ ചിലപ്പോൾ പാരൻസിൻ്റെ കൂടെ ആയിരിക്കാം, അപ്പം ചിലർ പാർട്ട്ണറിൻ്റെ കൂടെ ആയിരിക്കാം. നമ്മൾ ആരുടെ കൂടെയാണോ, അപ്പോൾ പാർട്ട്ണറിൻ്റെ കൂടെ ആണെങ്കിൽ പാർട്ട്ണർ, അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ആണെങ്കിൽ ഫാമിലി മെമ്പേഴ്സ്, അവരതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവൾക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ രാത്രി കുറച്ച് നേരം ഒരു ഡേ ആ കുട്ടിയെ ഉറങ്ങാൻ വിട്ടിട്ട് ഇപ്പോൾ പാരൻസ് ആ കുഞ്ഞിനെ നോക്കുന്നു. ഒന്ന്, ഒരു സ്ത്രീയെ അടുത്തറിയുക, ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും. അവൾ ഗർഭം ധരിക്കുന്ന അവസ്ഥ മുതൽ അവൾക്ക് വരുന്ന ഹോർമോണൽ ചേഞ്ചസും മൂഡും, എസ്പെഷ്യലി ഫസ്റ്റ് 3 months അവർക്ക് ഒത്തിരി വോമിറ്റിങ്ങും
ആ സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരിക, സങ്കടം വരിക, സെൻസിറ്റീവ് ആകുക, അതൊക്കെ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ഉത്തരവാദിത്തം അവരെ കാണുന്ന ഗൈനക്കോളജിസ്റ്റിനും. നമ്പർ 1 ആദ്യം അവർ കോണ്ടാക്ട് ചെയ്യുന്നത് ഗൈനക്കോളജിസ്റ്റിനെ ആണല്ലോ. അപ്പം അവർക്ക് ഒരു ബോധവൽക്കരണവും ഒരു എഡ്യൂക്കേഷൻ ഈ വെസ്റ്റേൺ സൊസൈറ്റിയിലൊക്കെ കൊടുക്കുന്ന പോലെ ഒരു ചെറിയ ഹസ്ബൻഡ്സിനൊരു ഗ്രൂപ്പും ഒരു പ്രഗ്നൻസിയെ പറ്റിയുള്ള ഒരു ക്ലാസ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, ആ അവസ്ഥയിൽ വരുന്ന ശാരീരിക മാറ്റങ്ങളും അതൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത്തരം കൊച്ചു കൊച്ചു ആശങ്കകൾ, ഭയം, ഇത് എല്ലാം നമ്മളെ ചുറ്റും നിൽക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച് ആശയവിനിമയം നടത്തുക, അവർക്കായിട്ട് കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. കുറച്ചൊരു അരമണിക്കൂർ അവരുടെ കൂടെ നടക്കുക, അവർ പറയുന്നത് കേൾക്കുക. അവർ ആ പറയുന്നത് കേൾക്കുന്നതിൽ അവരുടെ ആശങ്ക അല്ലെങ്കിൽ ദുഃഖം അല്ലെങ്കിൽ എന്തെങ്കിലും നിരാശ ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഉള്ളതായി അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കൊരു റീഅഷ്വറൻസ്, ഈ പ്രശ്നം പരിഹരിക്കത്തക്കതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ട്, നമുക്കത് ഇങ്ങനെ പരിഹരിക്കാം എന്നുള്ളൊരു റീഅഷ്വറൻസും. അതല്ല ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിൽ അതിന് വേണ്ട ചികിത്സയും തുടർ ചികിത്സയും ഔഷധങ്ങളും ഇത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ഉറപ്പ്, അതായത് ഒരു 1-to-1 കെയർ ആ പ്രഗ്നൻസി ടൈമിൽ ആരാണോ കൂടെയുള്ളത് അവർ കൊടുക്കുകയാണെങ്കിൽ പലപ്പോഴും അത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ശരിക്കും ചിന്തകളിലാണ് സ്ത്രീകൾക്ക് ആദ്യം ശാക്തീകരണം കൊടുക്കേണ്ടത്. നമ്മൾ മൈൻഡ് പവർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശാക്തീകരിക്കാൻ നമ്മുടെ ചിന്ത, മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തയാണല്ലോ, ചിന്തകളുടെയും വികാരങ്ങളുടെയും ഓർമ്മയുടെയും ഒക്കെ ആകത്തുകയാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഏത്തരം ചിന്തകളിലൂടെ കടന്നു പോകും, ആ ചിന്തകൾക്ക് അനുസൃതമായിട്ടുള്ള ഫീലിങ്സാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകളെ നമ്മൾ ആ പ്രഗ്നൻസി സ്റ്റേജ് മുതൽ ഡെലിവറി ടൈം കഴിഞ്ഞ് ഒരു 6 മാസം വരെ അത്തരത്തിലുള്ള നമ്മൾ നല്ല ഇടപെടലുകൾ നടത്തുകയാണെങ്കിൽ നല്ല ഒരു അമ്മയും കുഞ്ഞിനെയും സമൂഹത്തിൽ നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും. പക്ഷെ അത് എത്ര പേര് ചെയ്യുന്നുണ്ട്? പ്രത്യേകിച്ച് പല കുടുംബങ്ങളിലും മദ്യപിക്കുന്ന പുരുഷന്മാരുണ്ട്, അല്ലെങ്കിൽ തന്നെ പ്രഗ്നൻസി സ്റ്റേജിൽ വഴക്കൂടുന്ന ഭർത്താക്കന്മാരുണ്ട്, അടിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, അമ്മായിയമ്മ ശകാരിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, രാവിലെ എണീക്കത്തിന് വഴക്ക് പറയുന്ന അമ്മായിയമ്മമാരുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് മോശമായ സാഹചര്യങ്ങളിലൂടെയാണ് പല ലേഡീസും കടന്നു പോകുന്നത്. നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ അറിയാം. അപ്പം നമ്മൾ അത്തരത്തിൽ അവരെ എംപവർ ചെയ്യണം. നിങ്ങൾ ഏത് കണ്ടീഷനിലൂടെ വന്നാലും നമ്മളുടെ ഉള്ളിലൊരു കുഞ്ഞുണ്ട്, അതിന് നല്ല രീതിയിൽ നമുക്ക് ജന്മം നൽകണം, അതിന് നമ്മൾ എംപവേർഡ് ആയിരിക്കണം എന്ന് നമ്മൾ ശാക്തീകരണം കൂടെ സ്ത്രീകൾക്ക് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ അത് നമുക്ക് മെഡിസിൻ സപ്പോർട്ടിൽ നിർത്താൻ പറ്റും ആ മാനസിക രോഗമായി കഴിഞ്ഞാലും. അങ്ങനെ സൈക്കോസിസ് സ്റ്റേജിലൊക്കെ വരുന്ന സ്ത്രീകളാണ് കുഞ്ഞുങ്ങളെയൊക്കെ അപായപ്പെടുന്നത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവര് ജനിച്ചതും ജീവിച്ചതും ഈ ഒരു വ്യവസ്ഥിതിയുടെ ഉള്ളിലാണ്. ഈ വ്യവസ്ഥിതിയിൽ സ്ത്രീകളോടുള്ള എല്ലാ ഇടപെടലുകളും ഇങ്ങനെയാണ്. വിവാഹം തൊട്ട് പ്രസവം തൊട്ട് ഇനിയിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും കുട്ടികളെ നോക്കുന്നത് തൊട്ട് എല്ലാം സ്ത്രീകൾ ഉത്തരവാദിത്തമായിട്ട് തീരുന്ന ഒരു സമൂഹത്തിൽ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ഒരു സാധനത്തിനെ എങ്ങനെയാണ് മറ്റുള്ള അമ്മമാരും അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളും സമീപിക്കുക? വളരെ കൂളായിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ അനുഭവിച്ചു വന്നിട്ടുള്ളത്, അപ്പം നിങ്ങൾ അനുഭവിച്ചോളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് സമീപിക്കുക. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ തിരുത്തണം. നമ്മൾ അതിനെ തിരുത്തൽ ഇതായിട്ട് നമ്മുടെ സർക്കാരും നമ്മുടെ സമൂഹവും എല്ലാവരും ഒരുമിച്ചാണ് മാറേണ്ടത്. പ്രതിവിധി എന്ന് പറയുമ്പോൾ നമുക്കത് ഒരൊറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അതായത് നമ്മൾ ഈ സ്റ്റഡീസിലൊക്കെ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഡെപ്ത് വളരെ കൂടുതലാണ്, ഇതിൻ്റെ സിവിയറിറ്റി ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുള്ള അമ്മമാരുടെ കുഞ്ഞുങ്ങളെ ഇത് ഒരുപാട് ബാധിക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് 1000 days ഓഫ് ലൈഫ് എന്ന് പറയും. ഫസ്റ്റ് 1000 days എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി കുഞ്ഞുങ്ങളുടെ ന്യൂറോ ഡെവലപ്മെൻറ്റിൽ പറയുന്നതാണ്. അതായത് കുഞ്ഞ് കൺസീവ് ചെയ്യുന്ന ആ ദിവസം തൊട്ട് ഡെലിവറി വരെയുള്ള പീരീഡ്, ആ പ്രഗ്നൻസി പീരീഡും ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ വരെയുള്ള സമയം, അതായത് ആദ്യത്തെ 2 വർഷം, ഈ സമയത്താണ് നമ്മൾ ഫസ്റ്റ് 2 yearsലാണ് കുഞ്ഞിൻ്റെ ബ്രെയിൻ വളർച്ചയുടെ 90% ബ്രെയിൻ ഗ്രോത്ത് നടക്കുന്നത് ഫസ്റ്റ് 2 years ഓഫ് ലൈഫാണ്.
പിന്നീട് അങ്ങോട്ട് പുതിയ കാര്യങ്ങൾ കുഞ്ഞ് പഠിക്കുന്നുണ്ട്. പക്ഷേ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു 95% ഓഫ് ദി ബ്രെയിൻ ഡെവലപ്മെൻറ്റും ഫസ്റ്റ് 4 ഇയേഴ്സിലും 90% ഫസ്റ്റ് 2 ഇയേഴ്സിലുമാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ, അതായത് പ്രഗ്നൻസിക്ക് മുന്നുള്ള സമയം എന്ന് പറയുമ്പോൾ ആ സമയത്തുള്ള അമ്മയുടെ ന്യൂട്രീഷൻ, അമ്മയുടെ ആരോഗ്യം എത്രത്തോളം ഉണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വരുന്നുണ്ടോ, അമ്മയുടെ ചുറ്റുമുള്ള സോഷ്യൽ എൻവയോൺമെൻറ്റ് എങ്ങനെയാണ്, അമ്മ നല്ല ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്, അതല്ല അമ്മയ്ക്ക് ആ സമയം തന്നെ എന്തെങ്കിലും വിഷമമുണ്ട്, ദേഷ്യമുണ്ട്, അങ്ങനത്തെ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടോ, ഇതെല്ലാം കുഞ്ഞിനെയും ബാധിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സമയത്താണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഫീഡിങ് എഫക്റ്റഡ് ആവുന്നു, കുഞ്ഞിന് അമ്മയുടെ പാല് കിട്ടുന്നില്ല, അമ്മയായിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കിട്ടുന്നില്ല, ബോണ്ടിങ് സംഭവിക്കുന്നില്ല. മുലപ്പാലിന് പകരം ഫോർമുല ഫീഡായിരിക്കും മിക്ക കുഞ്ഞുങ്ങൾക്കും കിട്ടുന്നത്. വളർത്തുന്നത് ചുറ്റുമുള്ളവരായിരിക്കും, അമ്മയുടെ പേരൻസോ അല്ലെങ്കിൽ അച്ഛൻ്റെ പേരൻസോ, അങ്ങനെയുള്ളൊരു എൻവയോൺമെൻറ്റിലായിരിക്കും കുഞ്ഞ് വളരുന്നത്. ഈ ഒരു പീരീഡിൽ നമ്മൾ പറയാറുണ്ട്, ഇപ്പം കുഞ്ഞിനുള്ള ഏറ്റവും ബെസ്റ്റ് മ്യൂസിക് എന്നുള്ളത് അമ്മയുടെ സൗണ്ടാണെന്നാണ്. വണ്ടിനാൽ തോമല തേൻകുഴമ്പിൻ്റെ ചുന്തം ആറ്റിലേക്കച്ചുത ചാടല്ലേ ചാടല്ലേ കാട്ടിലെ പൊയ്ക്കയിൽ പോയി നീന്താ. കുഞ്ഞിനെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് മ്യൂസിക്, ആ കുഞ്ഞിന് കേൾക്കാവുന്നതിൽ ഏറ്റവും നല്ല മ്യൂസിക് എന്നുള്ളത് സ്വന്തം അമ്മയുടെ സൗണ്ടാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു സ്റ്റിമുലേഷൻ ഒന്നും കിട്ടുന്നില്ല, ബ്രെയിൻ സ്റ്റിമുലേഷന് വേണ്ടിയിട്ടുള്ള ഈ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഈ ഫസ്റ്റ് 1000 ഓഫ് ഡേയ്സിൽ കുഞ്ഞിന് എത്രമാത്രം സ്റ്റിമുലേഷൻ കിട്ടുന്നു, എത്രമാത്രം എക്സ്പോഷർ ഉണ്ടാകുന്നു, ചുറ്റുമുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ എത്രമാത്രം എക്സ്പോഷർ ഉണ്ടാകുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കുഞ്ഞിൻ്റെ ബ്രെയിൻ എത്രത്തോളം ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത്. ബ്രെയിൻ ഗ്രോത്തിൻ്റെ ഒപ്പം തന്നെ ഫിസിക്കലായിട്ടുള്ള ഗ്രോത്തും എത്രത്തോളം നടക്കുന്നു എന്നുള്ളത് ഈ ഒരു പീരീഡിലുള്ള സ്റ്റിമുലേഷൻ, പല രീതിയിലുള്ള സ്റ്റിമുലേഷനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഒരു പക്ഷേ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. ആ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ കുഞ്ഞിൻ്റെ അമ്മയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, ആ ഇമോഷണൽ ബോണ്ടിങ്, ഫിസിക്കൽ ബോണ്ടിങ് തീർച്ചയായിട്ടും ഭാവിയിൽ ഡിപ്രഷൻ ഉണ്ടാവാനോ ആൻസൈറ്റി ഉണ്ടാവാനോ ഒക്കെ കാരണമായി തീരാം. കാരണം സെക്യൂർ അറ്റാച്ച്മെൻറ്റ് കുഞ്ഞിന് വരുന്നത് അമ്മയും കുഞ്ഞും ചേർന്ന് ആദ്യത്തെ ഏർലി സ്റ്റേജിൽ തന്നെ, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ ഉടനെ കുഞ്ഞും അമ്മയും തമ്മിലുള്ള ആ ബോണ്ടിങ്ങിന് ലോങ് ലാസ്റ്റിംഗ് ഇഫക്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു ബോണ്ടിങ് വർദ്ധിക്കുന്നത് എപ്പോഴും മുലയൂട്ടിലൂടെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിംറ്റം വന്ന ലേഡീസ് പലപ്പോഴും മുല കൊടുക്കാനൊക്കെ, പാല് കുടിക്കാനൊക്കെ അവർ കുട്ടിക്ക് പാല് കൊടുക്കാൻ വിസമ്മതിക്കുന്നു, പലരെയും നിർബന്ധിച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ ആ കുഞ്ഞുമായിട്ടുള്ള ഒരു അകൽച്ച ഉണ്ടാകുന്നു. അത് കുഞ്ഞിൻ്റെ പേഴ്സണാലിറ്റി വളരെയധികം ബാധിക്കുന്നു ഒരുപാട് പഠനങ്ങൾ ഇപ്പോൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ലേഡിക്ക് ഉണ്ടാകുന്ന പ്രശ്നം നിസ്സാരമായിട്ട് കാണുമ്പോൾ നമ്മൾ നോക്കേണ്ട അടുത്ത ജനറേഷനെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. പ്രതിവിധി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സ്ക്രീനിങ് ആണ്. പലർക്കും ഇതിനെ പറ്റിയിട്ട് അവെയർ അല്ല. ഇപ്പോൾ ഈ ഒരു സിംറ്റംസിലൂടെ കടന്നു പോകുന്ന അമ്മമാർക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് എന്ന് അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അവരുടെ ചുറ്റുമുള്ള ഹസ്ബൻഡിനാവട്ടെ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനാവട്ടെ അവർക്കും ഇതിനെപ്പറ്റി വലിയ അവയർനെസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് അറ്റ് ദി ഏർലിയസ്റ്റ് നമുക്ക് ഈ സിംറ്റംസ് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ആദ്യം നമുക്ക് പൊതുജനത്തെ അവെയർ ആക്കണം. അതിനായിട്ടുള്ള പ്രോഗ്രാംസ് വേണം. പിന്നീട് സിമ്പിളായിട്ടുള്ള കുറച്ച് സ്ക്രീനിങ് ടൂൾസ് ഉണ്ട്. നമുക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനേഴ്സാണ്, ചോദ്യാവലികൾ. അങ്ങനെ ഇപ്പം നമുക്ക് ആശാ വർക്കേഴ്സ് വഴിയോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലെവലിലുള്ള പ്രൈമറി ഹെൽത്ത് കെയർ വർക്കേഴ്സ് വഴിയൊക്കെ ഈ ഒരു ചോദ്യാവലി നമുക്ക് പൂരിപ്പിച്ചിട്ട് ഇതിൻ്റെ സിംറ്റംസുള്ള അമ്മമാരെ ഏർലിയസ്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫേർദറായിട്ടുള്ള അവർക്ക് മെഡിക്കൽ പരമായിട്ടുള്ള ഹെൽപ്പ് കൊടുക്കാനും ഇതിൻ്റെ സിവിയറിറ്റി എത്രത്തോളം ഉണ്ട് എന്നതിനനുസരിച്ച് അവർക്ക് വേണ്ട സൈക്കോതെറാപ്പിയോ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിന് വേണ്ടിയിട്ടുള്ള റെഫറൽ കൊടുക്കാൻ, കൗൺസിലിംഗ് സെഷൻസ് വെക്കാൻ, അവരുടെ ചുറ്റുമുള്ള ഫാമിലി മെമ്പേഴ്സിനെ കുറച്ചും കൂടി അവെയർ ആക്കാൻ, അവരെങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ നമുക്കത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു സ്ത്രീ കൺസീവ് ആയെന്ന് അറിയുമ്പോൾ തന്നെ ഇപ്പോൾ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിലുള്ള
പല സന്നദ്ധ പ്രവർത്തകരുണ്ട്. അവർ സർവീസ് പ്രൊവൈഡിങ് സെൻ്ററൊക്കെ നടത്തുന്ന സന്നദ്ധ അത് ഒരു NGO ആണ് റൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ വാർഡ് തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഏരിയയിലൊക്കെ ഏതെങ്കിലും ലേഡീസ് കൺസീവ് ആയെന്നറിയുമ്പോൾ തന്നെ ആശാ വർക്കേഴ്സിന് എന്തായാലും ഇൻഫർമേഷൻ കിട്ടും. അവർ ആശാ വർക്കർ പോയി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും. പക്ഷേ ഈ ആശാ വർക്കേഴ്സിനൊന്നും ഇവരുടെ മാനസിക തലത്തിലോട്ട് ഇറങ്ങിപ്പോകാൻ കഴിയില്ല. അവർക്ക് വെറുതെ പോയിട്ട് അംഗൻവാടിയിലൊക്കെ പോയി രജിസ്റ്റർ ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഈ ആശാ വർക്കേഴ്സ് ചെയ്യുന്നത്. ഇവർ ഗൈനക്കോളജിസ്റ്റിനെയും കാണാൻ പോകും. അപ്പോഴും ഗൈനക്കോളജിസ്റ്റും ശരിക്കും നോക്കുന്നത് അവരുടെ തിരക്കുകൊണ്ട് അവർ ഫിസിക്കൽ കണ്ടീഷൻ ഓക്കെ ആണോ, അവരുടെ വെയിറ്റ് ഓക്കെ ആണോ, കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ഓക്കെ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത്. അവർ കുഞ്ഞിനാണ് കൂടുതലും കെയർ കൊടുക്കുന്നത്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പറ്റി ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു ബോധവൽക്കരണം ഇതുവരെ ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. അതൊരു വലിയ ഒരു കുറവായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പം ഒരു ബോധവൽക്കരണം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. അതിന് നമ്മൾ മെൻ്റൽ ഹെൽത്ത് അവെയർനെസ് ഗൈനക്കോളജിസ്റ്റുമായിട്ട് ചേർന്ന് സഹകരിച്ച് ആദ്യത്തെ മെഡിക്കൽ പേഴ്സൺ കോണ്ടാക്റ്റ് വരുന്നത് ഗൈനക്കോളജിസ്റ്റുമാണ്. അവരുമായിട്ട് ചേർന്ന് ഒരു മെൻ്റൽ ഹെൽത്ത് അവെയർനെസ് പ്രോഗ്രാം ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. നമ്മുടെ സ്വന്തം കാര്യം, പേഴ്സണൽ ഹൈജീൻ, ഉറക്കം, ബാക്കിയുള്ള എക്സസൈസ്, ബാക്കി നല്ല ഫുഡ് ഹാബിറ്റ്സ്, ഇതെല്ലാം കൊണ്ടുപോയി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 100% ഇത് മാനേജബിളാണ്. 100% ക്യൂറബിൾ അല്ല. ഒരിക്കലും ഇത് ക്യൂർ ചെയ്യാൻ പറ്റില്ല. എപ്പം വേണോ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു വരാം. അതിന് ട്രിഗർ പോയിൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ സ്ട്രെസ്സും എക്സൈറ്റ്മെൻറ്റും ഉറക്കം കുറവും ഇതെല്ലാം. അപ്പോൾ അതൊന്നും വരാത്ത രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. ആർക്ക് വേണോ ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് തന്നെയാണ്. പക്ഷേ അതിനെ മനസ്സിലാക്കാനുള്ള ഒരു സമയവും ആ ഒരു വിവേകവും എല്ലാവരും കാണിക്കണം. എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ സ്കൂൾ ലെവലിൽ തന്നെ നമുക്ക് ഒരു മെൻ്റൽ ഹെൽത്തിനെ പറ്റി ഒരു പാഠം ഉണ്ടെങ്കിൽ അതിൽ വരുന്ന പല പ്രശ്നങ്ങൾ, ആൻസൈറ്റി, ഡിപ്രഷൻ, സ്കിസോഫ്രീനിയ, ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡർ, ബേസിക്കായിട്ട് ഒരു അവെയർനെസ് ഒരു നമ്മുടെ റെഗുലറായിട്ടുള്ള പോർഷനെ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് കോഴ്സിൽ ഉണ്ടെങ്കിൽ അത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഷി വാസ് പ്രഗ്നൻ്റ് എന്നതിൽ നിന്ന് വി വർ പ്രഗ്നൻ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലോട്ടേക്കാണ് നമ്മുടെ സൊസൈറ്റി മാറേണ്ടിയിരിക്കുന്നത്. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് കുറേയൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രഗ്നൻസിയിൽ. കാരണം ഗർഭം, പ്രസവം, കുഞ്ഞിനെ നോക്കൽ ഇതെല്ലാം ആ ഒരു ലേഡിയുടെ മാത്രം ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ടിരുന്ന ഒരു സമൂഹം നമുക്കുണ്ടായിരുന്നു പണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. കുഞ്ഞെന്ന് പറയുന്നത് അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അച്ഛൻ്റെയും അമ്മയുടെയും ഒരു കുടുംബത്തിൻ്റെ മൊത്തം ഉത്തരവാദിത്തമാണ് കുഞ്ഞ് എന്നുള്ള ഒരു രീതിയിലോട്ടേക്ക് നമ്മൾ മാറി ചിന്തിച്ചാൽ ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് നല്ല രീതിയിൽ കുറവുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രസവശേഷമുള്ള വിഷാദ രോഗം ഒരു കടുത്ത സാമൂഹിക പ്രശ്നമായി അടുത്ത കാലത്താണ് ജനങ്ങൾ കരുതി വരുന്നത്, കണക്കാക്കി തുടങ്ങിയത്. ഈ ഘട്ടത്തിൽ വാസ്തവത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അത്യാവശ്യമാണ്. ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പ്രസവശേഷം ഒരു സ്ത്രീക്ക് വരാവുന്ന വിഷാദ രോഗവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അവളുടെ പങ്കാളിയെയും അവളുടെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ നേരത്തെ കൂട്ടി ഓർമ്മിപ്പിക്കേണ്ടതും അതിനെക്കുറിച്ച് ബോധവൽക്കരണം നൽകേണ്ടതും അത്യാവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് തന്നെ ഉണ്ടാവണം നമ്മുടെ ഇനിയുള്ള പുതിയ തലമുറയ്ക്ക്. എന്താണ് ഒരു കുടുംബജീവിതം, എന്താണ് കുഞ്ഞുങ്ങൾ, അതിന് ഈ സമൂഹത്തിന് വേണ്ടി നല്ല നിലയിൽ വളർത്താൻ ഉത്തരവാദികളാണ് ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും എന്നുള്ള ഉത്തരവാദിത്വ ബോധം അടക്കം സൃഷ്ടിക്കണം നമ്മൾ. അത് കഴിഞ്ഞ് വിവാഹ ജീവിതം എന്താണ്, എങ്ങനെയാണ് ഒരു നല്ല പാർട്ട്ണർഷിപ്പ്, എങ്ങനെയാണ് തുല്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, പരസ്പര ബഹുമാനം എന്താണ്, ജീവിതത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ പുതിയ കുട്ടികളടക്കം അടങ്ങിയ കുടുംബവും ആ കുഞ്ഞുങ്ങളെ സമൂഹത്തിന് വേണ്ടി നല്ല പൗരന്മാരായി വളർത്തിയെടുക്കുന്നതിലൊരു ആനന്ദം ഉണ്ടാവണം. ഇങ്ങനെയുള്ള സോഷ്യൽ മൊറൈൽസ് കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ശരിക്കും ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പങ്കാളികൾക്ക് ഇതിനെപ്പറ്റി വലിയ ബോധമില്ലെങ്കിൽ ഈ സ്ത്രീകളുടെ കാര്യം വലിയ കഷ്ടത്തിലാകും. സ്ത്രീകളുടെ മാത്രമല്ല കുഞ്ഞുങ്ങളുടെയും കാര്യം വലിയ കഷ്ടത്തിലാകും. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ സങ്കീർണവും പ്രധാനവുമായ ഗുരുതരവുമായ ഒരു പ്രശ്നമായി പരിഗണിച്ച് സമൂഹം അതിനെക്കുറിച്ച് ഉള്ളവരാകേണ്ടത് നമ്മുടെ ഒരു മെച്ചപ്പെട്ട ഭാവി തലമുറ
സൃഷ്ടിക്കപ്പെടാൻ വളരെ അത്യാവശ്യമാണ്. ഞങ്ങൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഒരു പരിശ്രമം നടത്തിയിരുന്നു. കഴിയാവുന്നത്ര അവരുടെ മനസ്സിനെ ശാന്തമാക്കാൻ കൗൺസിലിങ്ങൊക്കെ കൊടുത്തു. പ്രസവിക്കുന്ന റൂമിലടക്കം മ്യൂസിക്കൊക്കെ വെക്കാൻ പറ്റിയിടത്തൊക്കെ അങ്ങനെയൊക്കെ വെച്ചിരുന്നു. പിന്നെ അമ്മയെയും കുഞ്ഞിനെയും യാത്രയേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അതിന് മാതൃയാനം എന്ന് പറയുന്നൊരു വാഹനം എല്ലാവരും ഇറങ്ങി നിന്ന് അവരെ സന്തോഷത്തോടു കൂടി നിങ്ങളൊരു സമൂഹത്തിൽ പ്രമുഖരാണ് എന്ന് തോന്നിക്കുന്ന വിധം യാത്ര അയക്കുക, ഇതെല്ലാം ചെയ്തിരുന്നു. അത് തുടരണം. അത് ഒരുപാട് കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കണം. അങ്ങനെ ശാസ്ത്രീയമായി ഇടപെട്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നാൽ അത് പരിഹരിക്കാനും വരാതിരിക്കാനുള്ള മുൻകരുതലെടുക്കാനും സമൂഹത്തിന് കഴിയണം. അന്ന് ആ 10 വയസ്സുകാരിയുടെ കഥ കേട്ടപ്പോൾ ഞാൻ ഞെട്ടാനുണ്ടായ കാരണവും ഇത് തന്നെയാണ്. ഒരമ്മയുടെ മാനസികാവസ്ഥ അതുപോലെ കുഞ്ഞിലേക്ക്. പ്രസവാനന്തര വിഷാദമെന്ന ദുരവസ്ഥ ഒരമ്മയിൽ തുടങ്ങി അവിടെ അവസാനിക്കുന്നില്ല. അതിൻ്റെ അനന്തരഫലങ്ങൾ കുഞ്ഞിലേക്കും ചിലപ്പോഴൊക്കെ തലമുറകളിലേക്കും തുടരുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ അവസ്ഥയിലൂടെ കടന്നുപോയി ഞങ്ങൾക്ക് നഷ്ടമായ എൻ്റെ സഹോദരിയുടെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളാണ് ഞാൻ ഈ ഡോക്യുമെൻ്ററിക്കുള്ളിലെ കഥയിലൂടെ പറഞ്ഞത്. ഈ രോഗത്തോടൊപ്പം അവളും വളർന്നു. 2 കുട്ടികൾക്ക് ജന്മം നൽകിയ ശേഷം അവൾ ആത്മഹത്യ ചെയ്തു. ഇന്നിപ്പോൾ ഈ അറിവുകൾ നേടിയ എനിക്ക് അന്നത്തെ ആ പെൺകുട്ടിക്ക് മുന്നിൽ വീണ്ടും എത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരിപ്പോൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നേനെ.